ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടിപ്സ് ഓർ ഹാപ്പി ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 2 തരം മിൽക്ക് ഷേക്കാണ് കാണിക്കാൻ പോകുന്നത്. ആദ്യത്തെ ഷേക്ക് എന്ന് പറയുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും ബുദ്ധിയും ഓർമ്മശക്തിയും അതുപോലെ തന്നെ ശരീരപുഷ്ടിയും വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കുന്ന ഒരു സ്പെഷ്യൽ ബദാം മിൽക്കാണ്. അടുത്തതായിട്ട് പേരയ്ക്ക ഉപയോഗിച്ചിട്ടുള്ളൊരു മിൽക്കാണ് തയ്യാറാക്കുന്നത്. അതിലും നമ്മൾ ബദാമൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സപ്പോട്ട മിൽക്ക് ഷേക്കിന് ആവശ്യമുള്ള സാധനങ്ങളെന്ന് പറയുന്നത്, സപ്പോട്ട ഇവിടെ നമ്മൾ 3 എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത സപ്പോർട്ട് എടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് പാല് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുക്കുക. അത് ഓരോരുത്തരുടെ ഓപ്ഷനിലാണ്. നിങ്ങൾക്കിപ്പോൾ ആദ്യം തണുക്കാത്തതാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്യാം. പിന്നെ നമുക്ക് വേണ്ട ബദാം. ഇപ്പം ഞാനിവിടെ 4 ബദാം എടുത്തുള്ളൂ. 5 ബദാം വരെ ഒരാൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു അളവിലാണ് നമ്മൾ എടുക്കേണ്ടത്. ഇപ്പോൾ നമുക്ക് 1 ഗ്ലാസ് മാത്രം ഉണ്ടാക്കണമെങ്കിൽ 1 ഗ്ലാസും അതുപോലെ തന്നെ ഒരു സപ്പോട്ടയും ചേർത്തിട്ട് നമുക്ക് ഉണ്ടാക്കാം. 1-2 സപ്പോട്ട ചേർക്കാം, അതിലൊന്നും ഒരു കുഴപ്പമില്ല. ഇപ്പോൾ നമ്മൾ ബദാം ചേർത്തിട്ട് പാല് കുടിക്കുന്നത് ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനായിട്ട് ബുദ്ധിശക്തിക്കും ഒക്കെ വളരെ നല്ലതാണ്. പക്ഷേ അത് കുട്ടികൾക്ക് കഴിച്ചു മടുത്തെങ്കിൽ ഈ ഒരു രീതിയിൽ നമുക്ക് വെറൈറ്റി ആയിട്ട് ഈ ഒരു ഫ്രൂട്ട് കൂടി ചേർത്തിട്ട് നമുക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് യാതൊരു മടുപ്പും ഉണ്ടാവില്ല, നല്ല ടേസ്റ്റി ആയിട്ട് കഴിച്ചോളും. അപ്പോൾ നമുക്ക് ഇതാദ്യം തന്നെ ഒന്ന് തൊലി ഒന്ന് പൊളിച്ചിട്ട് ഇതിൻ്റെ അകത്തുള്ള പൾപ്പ് മാത്രമായിട്ട് എടുക്കണം. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിൽ കുരു ഉണ്ട് കേട്ടോ, കുരുവും കൂടി മാറ്റിയിട്ട് വേണം നമ്മൾ എടുക്കാനായിട്ട്. അപ്പോൾ നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ബദാം പരിപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള പാല് ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തായിട്ട് നമുക്ക് പഞ്ചസാര ചേർക്കാം. ഇതിൽ പഞ്ചസാര ചേർക്കാതെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആവശ്യക്കാർക്ക് അത് ചേർക്കാം കേട്ടോ. ഇനി നമുക്കിതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. ബാക്കി നമുക്ക് പാല് ചേർത്ത് നമുക്ക് ആവശ്യാനുസരണം നമുക്ക് നേർപ്പിച്ചെടുക്കാം. അപ്പം നമുക്ക് ഇതിലേക്ക് കുറച്ചുകൂടി പാല് ചേർത്ത് കൊടുക്കാം. കട്ടിയിൽ സ്പൂൺ ഉപയോഗിച്ച് കോരി കഴിക്കാനാണ് ഇഷ്ടമെങ്കിൽ പാല് വേറെ ചേർക്കണമെന്നില്ല. ഞാനിവിടെ പാല് ചേർത്തിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമുക്ക് ശരിക്കും സൂപ്പർ ടേസ്റ്റ് വരണമെങ്കിൽ നമ്മളിതിൽ പഞ്ചസാര ആഡ് ചെയ്യണം കേട്ടോ. പഞ്ചസാര ആഡ് ആവാത്തത് കൊണ്ട് അതിൻ്റേതായ ഒരു പോരായ്ക ഉണ്ട്. അപ്പോൾ നിങ്ങൾ പഞ്ചസാര ആഡ് ചെയ്തിട്ട് കഴിച്ചോളൂ കേട്ടോ. എനിക്കിത് പഞ്ചസാര ചേർത്ത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇവിടെ ഒരാൾ സമ്മതിക്കില്ല. സ്റ്റീവൻ ചേട്ടൻ എതിരാണ് പഞ്ചസാരയ്ക്ക്, അതുകൊണ്ടാണേ. അപ്പോൾ ഇനി നമുക്കിത് സർവിങ് ഗ്ലാസ്സിലേക്ക് പകർത്താം. ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ സപ്പോട്ട ഇല്ലെങ്കിൽ പോലും നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ടിട്ട്, അതായത് സപ്പോട്ട ചേർക്കാതെയും നമുക്ക് മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാം കേട്ടോ. ഇത് കുട്ടികൾക്ക് മുതിർന്നവർക്കും ഒക്കെ ക്ഷീണം മാറാനും ഉന്മേഷവും അതുപോലെ ഓർമ്മശക്തി വർദ്ധിക്കാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത മിൽക്ക് ഷേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണാം. അപ്പോൾ നമ്മൾ ഇനി ഉണ്ടാക്കാൻ പോകുന്നത് പേരയ്ക്ക മിൽക്ക് ഷേക്കാണ്. അതിനായിട്ട് നമ്മൾ നല്ല പഴുത്ത പേരയ്ക്ക ഇവിടെ ചെത്തി വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ പേരമരത്തിൽ നിന്ന് കിട്ടിയ പേരയ്ക്കയാണ്. എൻ്റെ ഫേവറേറ്റ് പേരമരമാണ് കേട്ടോ. എനിക്ക് ഒരുപാട് പേരയ്ക്ക തരുന്ന പേരമരമാണ്. പേരയ്ക്കയ്ക്ക് പകരം നല്ല പഴുത്ത ഏത്തപ്പഴം ആഡ് ചെയ്യാം. കവിള് തുടുക്കാൻ അതുപോലെ തന്നെ വണ്ണം വയ്ക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർ ഏത്തപ്പഴം എടുക്കുക, അതും പഴുത്ത് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള നട്ട്സുകളും ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യാം. പിന്നെ നമുക്ക് 4 ബദാം ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മുടെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു മിൽക്ക് ഷേക്കാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഇപ്പോൾ പാല് നമ്മൾ ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. പാല് കാച്ചിയതാണ് കേട്ടോ. ഇതിൽ പഞ്ചസാരയൊന്നും ആഡ് ചെയ്തിട്ടില്ല. നമ്മൾ ആവശ്യമെങ്കിൽ നമുക്ക് പഞ്ചസാര ചേർക്കാം. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കാം. നമ്മുടെ വീട്ടിലെ പേരമരത്തിലുണ്ടായ പേരയ്ക്കയാണ്. ധാരാളം പേരയ്ക്ക ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ നമ്മൾ പാല് കട്ടയാക്കി വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. അപ്പോൾ ഇനി ഇതൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പേരയ്ക്ക മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട്. നമ്മൾ സെർവിങ് ഗ്ലാസ്സിലേക്ക് പകർത്തുകയാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കാഷ്നട്ട്സും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഇല്ലെങ്കിൽ നമുക്ക് കപ്പലണ്ടി മിഠായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പൊടിച്ച് ചേർത്താലും മതി. കുട്ടികൾക്ക് മുതിർന്നവർക്കും ഒക്കെ ഇഷ്ടമാകും. അപ്പോൾ നിങ്ങൾക്ക് ഈ 2 ഷേക്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഷേക്ക് ഏതാണെന്ന് പറയണം. എനിക്ക് പേരയ്ക്കേക്കാളും കൂടുതൽ നമ്മുടെ സപ്പോട്ട കൊണ്ടുണ്ടാക്കിയ ഷേക്കാണ് കേട്ടോ കൂടുതൽ ഇഷ്ടപ്പെട്ടത്. നിങ്ങളുടെ അഭിപ്രായവും പറയണേ. പേരയ്ക്കും ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട്. അപ്പോൾ അതും കഴിക്കേണ്ടത് വളരെ ആവശ്യമുള്ളൊരു കാര്യം തന്നെയാണ്.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും ഇതുപോലുള്ള ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കട്ടെ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷനായിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓളൊന്നുകൂടി സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.